ഗൈസ്, വെൽക്കം ബാക്ക് ടു ഹാഫ് പേജ് അക്കാഡമി. ഓൾറെഡി നമ്മൾ യൂസർ ഇൻ്റർഫേസിനെ പറ്റിയുള്ള വീഡിയോ ചെയ്തിരുന്നു. അത് കണ്ടിട്ട് ഈ ഒരു വീഡിയോ കാണുമ്പോൾ കുറച്ചുകൂടി നല്ലോണം നമുക്ക് മനസ്സിലാവും. ഓക്കെ, എനിവേസ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇത് ജസ്റ്റ് ഒരു ഓട്ടോ ക്യാഡിൻ്റെ ഒരു ഇൻട്രൊഡക്ടറി ക്ലാസ് ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ യൂസർ ഇൻ്റർഫേസ് എന്ന് പറയുമ്പോൾ ജസ്റ്റ് ഒരു യൂസർ ഇൻ്റർഫേസ് എന്തൊക്കെയാണ്, എങ്ങനെയാണ് നമ്മൾ ഓട്ടോ ക്യാഡിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്, അതിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ യൂസർ ഇൻ്റർഫേസ് വീഡിയോയിൽ നമ്മൾ നോക്കിയത്. ഓക്കെ, അപ്പോൾ ഇതിൽ നമുക്ക് ബേസിക്കായിട്ട് നമ്മൾ എങ്ങനെ വരച്ച് തുടങ്ങും, അല്ലെങ്കിൽ ഇനീഷ്യൽ സ്റ്റേജിൽ ഒരാൾ ബിഗിനർ ആണെങ്കിൽ എങ്ങനെ വരയ്ക്കാൻ പറ്റും, അതായിരിക്കും നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇനീഷ്യൽ സ്റ്റേജിൽ നമ്മൾ ഓട്ടോ ക്യാഡ് യൂസ് ചെയ്യുമ്പോൾ ഒരു ബിഗിനർ ആയിട്ടുള്ള ആൾക്ക് വളരെ പാടായിട്ട് തോന്നാറുണ്ട് ഓട്ടോ ക്യാഡ് വർക്ക് ചെയ്യുമ്പോൾ. ഓക്കെ, അതെങ്ങനെ നമുക്ക് ബേസിക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമുക്ക് എങ്ങനെ അത് എളുപ്പമാക്കാം, അതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ എല്ലാ ലെവൽ ആൾക്കാർക്കും ഇത് യൂസ്ഫുൾ ആയിരിക്കും. കുറേ എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർക്ക് കുറച്ച് എന്തെങ്കിലുമൊക്കെ മനസ്സിലാവും. അതേപോലെ ബിഗിനർ ആണെങ്കിൽ അവർക്ക് നല്ല ബേസിക് ആയിട്ട് നമുക്ക് കാര്യങ്ങൾ മനസ്സിലാവും. അതാണ് നമ്മുടെ മെയിൻ എയിം. ഓക്കെ, അപ്പോൾ നമുക്ക് തുടങ്ങാം ഇന്നത്തെ സെഷൻ. ഓക്കെ, ആദ്യം നമുക്ക് നോക്കാം. ആദ്യം നമ്മൾ വരയ്ക്കാൻ പോവുകയാണ്. ഓക്കെ, അപ്പോൾ ഓട്ടോ ക്യാഡിൽ നമുക്ക് ബേസിക്കായിട്ട് നമുക്കറിയാം, നമ്മൾ 2D അല്ലെങ്കിൽ 2 ഡയമെൻഷണൽ ഡ്രോയിങ് ആണ് നമ്മൾ വരയ്ക്കുന്നത്. ഓക്കെ, അപ്പോൾ വരയ്ക്കാൻ പോകുമ്പോൾ ബേസിക്കായിട്ട് നമ്മൾ ഡ്രോ പാനലിൽ പോകണം. ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു നമ്മുടെ പാനലിനെ പറ്റി. ഓക്കെ, അപ്പോൾ ഡ്രോ പാനലിൽ ഇവിടെ ഉണ്ട്, ഇതാണ് നമ്മുടെ ലൈൻ. ഓക്കെ, അപ്പോൾ എനിക്ക് വരയ്ക്കണമെങ്കിൽ ലൈനാണ് വരയ്ക്കേണ്ടത്. ഓക്കെ, അതിൻ്റെ മേളിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ അതിൻ്റെ ഡീറ്റെയിലിംഗ് വരും. ഓക്കെ, അപ്പോൾ 1 2 3 ആണ് കാണിച്ചിട്ടുള്ളത്. അപ്പോൾ അതേപോലെ നമുക്ക് വരച്ച് നോക്കാം. ഓക്കെ, അപ്പോൾ ഞാനിവിടെ ലൈനിൽ ക്ലിക്ക് ചെയ്യുമോ. ഓക്കെ, അപ്പോൾ ക്ലിക്ക് ചെയ്ത മൊമെൻറ്റ് തൊട്ട് എന്തൊക്കെയാവും നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ഇനീഷ്യലി നമ്മൾ യൂസ് ചെയ്യുമ്പോൾ, നമ്മൾ ഓട്ടോ ക്യാഡ് വർക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ലെഫ്റ്റ് ഹാൻഡ് നമ്മുടെ കീബോർഡിലായിരിക്കണം, അതേപോലെ റൈറ്റ് ഹാൻഡ് നമ്മുടെ മൗസിലായിരിക്കണം. അതായിരിക്കും കുറച്ചുകൂടെ എളുപ്പം. ഓക്കെ, അപ്പോൾ ഞാൻ ഒന്നുകൂടെ കാണിച്ചു തരാം. ഇപ്പോൾ ഇങ്ങനെ കർസറാണ്, നമ്മുടെ ക്രോസ് ഹെയർ ആണിത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ മൂവ് ആവണം. അപ്പോൾ ഞാൻ ക്ലിക്ക് ചെയ്യുമ്പോൾ ക്രോസ് ഹെയറിലുള്ള വേരിയേഷൻ നിങ്ങൾക്ക് നോട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ കണ്ടോ, ക്രോസ് ഹെയറിൻ്റെ കൂടെ തന്നെ സ്പെസിഫൈ ഫസ്റ്റ് പോയിൻ്റ് എന്ന് കാണിക്കുന്നുണ്ട്. ഓക്കെ, അതിൻ്റെ കോർഡിനേറ്റ്സും ഉണ്ട്. ഓക്കെ, അപ്പോൾ ഓൾറെഡി നമ്മൾ നോക്കിയതാണ് എന്താണ് ഡ്രോയിങ് കോർഡിനേറ്റ്സ്. ഓക്കെ, ഡ്രോയിങ് കോർഡിനേറ്റ്സ് ഉണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഒന്നും അറിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒന്ന് ബേസിക്കായിട്ട് നോക്കേണ്ടത് താഴെ ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ കമാൻഡ് ലൈൻ ഉണ്ട്. ഓക്കെ, കമാൻഡ് ലൈനിൽ നമ്മൾ എഴുതിയിട്ടുണ്ട്. എന്താണ് എഴുതിയിരിക്കുന്നത്? ലൈൻ സ്പെസിഫൈ ഫസ്റ്റ് പോയിൻറ്റ്. ഓക്കെ, അപ്പോൾ ലൈനിൻ്റെ നമ്മൾ എടുത്തിട്ട് വെക്കുന്ന ലൈനാണ്, അതേപോലെ അത് പറയുന്നത് സ്പെസിഫൈ ഫസ്റ്റ് പോയിൻറ്റ്. അപ്പോൾ നമുക്ക് ബേസിക്കായിട്ട് ഓട്ടോ ക്യാഡ് നമ്മൾ ഇനീഷ്യലി വരയ്ക്കുമ്പോൾ നമുക്ക് ഈ കമാൻഡ് ലൈനിലുണ്ട് കണ്ണ് വേണം. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ബേസിസിൽ നമുക്ക് ഈസി ആയിട്ട് വരയ്ക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് അത് വെച്ചിട്ട് തന്നെ നമുക്ക് വരച്ച് നോക്കാം. അപ്പോൾ ഫസ്റ്റ് പോയിൻ്റാണ്. അപ്പോൾ ഞാൻ ഫസ്റ്റ് പോയിൻ്റ് ഞാൻ ഇവിടെ വെച്ചിട്ട് ക്ലിക്ക് ചെയ്യുകയാണ്. ഓക്കെ, നമ്മൾ ക്ലിക്ക് ചെയ്തു. ക്ലിക്ക് ചെയ്യുമ്പോൾ കാണാൻ പറ്റും, കണ്ടോ, ക്ലിക്ക് ചെയ്തു. അപ്പോൾ നെക്സ്റ്റ് താഴെ എന്താ പറയുന്നത്? സ്പെസിഫൈ നെക്സ്റ്റ് പോയിൻറ്റ്. ഓക്കെ, അപ്പോൾ ഞാൻ നെക്സ്റ്റ് പോയിൻറ്റിലും ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ലെഫ്റ്റ് ക്ലിക്കാണ് ചെയ്യുന്നത്. ഇനി അടുത്തത് പിന്നെ ഞാൻ ക്ലിക്ക് ചെയ്യുകയാണ്, കണ്ടോ, അപ്പോൾ സ്പെസിഫൈ നെക്സ്റ്റ് പോയിൻറ്റ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ നമുക്ക് നമ്പർ ഓഫ് പോയിൻറ്റ്സ്, എത്ര വേണമെങ്കിലും പോയിൻ്റ് നമുക്ക് ക്ലിക്ക് ചെയ്യാൻ പറ്റും. മനസ്സിലാവുന്നുണ്ട്? അപ്പോൾ എത്ര ഇൻഫൈനൈറ്റ് ആയിട്ടുള്ള പോയിൻറ്റ്സ് വേണമെങ്കിൽ നമുക്ക് ക്ലിക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് ലൈൻ വെച്ച് നമ്മൾ ജസ്റ്റ് റഫായിട്ടുള്ളൊരു ലൈൻ വെച്ചൊരു കമ്പോണൻറ്റ് ഞാൻ വരച്ചതാണ്. ഓക്കെ, അപ്പോൾ ഞാനിങ്ങനെ ക്ലിക്ക് ചെയ്ത് ഇപ്പോൾ ലാസ്റ്റിൽ എനിക്ക് ക്ലോസ് ചെയ്യണം, ഇത്രയാണ് എനിക്ക് നിർത്തേണ്ടത്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യണം? ജസ്റ്റ് എസ്കേപ്പ് അമർത്തണം. എസ്കേപ്പ് ബട്ടൺ നമ്മുടെ ഉള്ളത് കീബോർഡിലാണ്, ഏറ്റവും ടോപ്പ് ലെഫ്റ്റ് കോർണറിലാണ് ഉള്ളത്. ഓക്കെ, അത് അമർത്തുമ്പോൾ നമുക്ക് എവിടെയാണ് നമ്മൾ നിർത്തിയത് അത് ക്ലോസ് ആവും, അതായത് അത് സ്റ്റോപ്പ് ആവും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇത്രയും കമ്പോണൻറ്റ് നമുക്ക് കിട്ടും. ഓക്കെ, പിന്നെ നമുക്ക് എന്താണ്, ഇപ്പം ഈ ഒരു ഷീറ്റിനെ എനിക്ക് ഇങ്ങോട്ട് മൂവ് ചെയ്യണം. മനസ്സിലായി? അപ്പോൾ ഈ ഒരു ഷീറ്റിന് എനിക്ക് ഇങ്ങോട്ട് മൂവ് ചെയ്യണം, ബിക്കോസ് എനിക്ക് ഇങ്ങോട്ട് വരയ്ക്കാനുള്ളത്. ഓക്കെ, അപ്പോൾ ഇങ്ങോട്ട് മൂവ് ചെയ്യണമെങ്കിൽ ഞാൻ എന്താണ് പ്രസ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ, ഒന്നെങ്കിൽ നമുക്കിവിടുന്ന് ഈ ഒരു പാൻ എടുക്കാൻ പറ്റും. നമ്മുടെ കൈ പോലത്തെ സംഭവമാണ്. നമ്മളൊരു പേജിൽ ഇങ്ങനെ വരച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ, നമ്മുടെ ഇൻഫൈനൈറ്റ് ആയിട്ടുള്ള പേജാണ് ഇത്. നമ്മുടെ ഇവിടെ കാണുന്ന ഷീറ്റ് എന്ന് പറഞ്ഞാൽ, നമ്മുടെ വ്യൂ പോർട്ട് എന്ന് പറഞ്ഞാൽ ഇൻഫൈനൈറ്റ് ആയിട്ടുള്ള ഒരു ഷീറ്റാണ്. അതേപോലെ നിങ്ങൾ വിചാരിക്കണം, നമ്മളൊരു ഇൻഫൈനൈറ്റ് ആയിട്ടുള്ള ഷീറ്റിൽ വരച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ നമ്മൾ ഇങ്ങോട്ട് പോകണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? സ്ക്രോൾ പ്രസ് ചെയ്യണം. ഓക്കെ, സ്ക്രോൾ പ്രസ് ചെയ്യുമ്പോൾ നമ്മുടെ കൈ പോലെ ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇങ്ങനെ എടുത്ത് ഇങ്ങനെ വെക്കാൻ പറ്റും. അല്ലെങ്കിൽ നമ്മളിവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഇങ്ങനെ എടുത്ത് വെക്കാൻ പറ്റും. അങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ സ്ക്രോൾ ബട്ടൺ പ്രസ് ചെയ്യണം. സ്ക്രോൾ ബട്ടൺ പ്രസ് ചെയ്തിട്ട് നമുക്ക് ഇങ്ങോട്ട് മൂവ് ചെയ്യണം. ഓക്കെ, അതേപോലെ സ്ക്രോൾ ബട്ടൻ്റെ വേറൊരു ഇമ്പോർട്ടൻറ്റ് എന്ന് പറയുന്നത്, പിന്നും ഞാൻ എസ്കേപ്പ് അമർത്തുകയാണ്. എസ്കേപ്പ് അമർത്തുമ്പോൾ കൈ അങ്ങ് പോകും. ഓക്കെ, അപ്പോൾ സ്ക്രോൾ ബട്ടൺ നമ്മൾ സൂം ഇൻ സൂം ഔട്ടിനാണ് മെയിനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു സെഗ്മെൻറ്റ് എനിക്ക് നല്ല സൂം ഇൻ ആയിട്ട് കാണണം, അല്ലെങ്കിൽ വലുതായിട്ട് കാണണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? ഇങ്ങനെ ഭാഗത്തോട്ട് ഞാൻ ഫോക്കസ് ചെയ്തിട്ട് ജസ്റ്റ് ഇങ്ങനെ സൂം ഇൻ ചെയ്യണം. സൂം ഇൻ ചെയ്യുമ്പോൾ സ്ക്രോൾ ഇൻ ചെയ്യുകയാണ്. സ്ക്രോൾ ഇൻ ചെയ്യുമ്പോൾ അത് സൂം ഇൻ ആവും. ഓക്കെ, അതേപോലെ സ്ക്രോൾ ഔട്ട് ചെയ്യണം. സ്ക്രോൾ പുറത്തോട്ട് ചെയ്യുകയാണെങ്കിൽ സൂം
ഔട്ടാകും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ അപ്പോൾ നമ്മൾ ഇത്രയും ചെറിയൊരു കമ്പോണൻറ്റ് അല്ലെങ്കിൽ ചെറിയൊരു ഡ്രോയിങ് നമ്മൾ ഡിസൈൻ ചെയ്ത് അതിന് സൂം ഇൻ ചെയ്യുമ്പോൾ സ്ക്രോൾ ഇൻ ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ വലുതായിട്ട് കാണാൻ പറ്റും. ഓക്കെ, അതേപോലെ എനിക്ക് ഈ പേപ്പർ ഇപ്പോൾ ഇങ്ങനെ ഇരിക്കുമോ, അപ്പോൾ പേപ്പർ ഇങ്ങനെ ഇങ്ങോട്ട് മൂവ് ചെയ്യണമെങ്കിൽ ഞാൻ സ്ക്രോൾ ബട്ടൺ പ്രസ് ചെയ്യണം, അല്ലെങ്കിൽ പാൻ പ്രസ് ചെയ്യണം, അല്ലെങ്കിൽ പി എൻ്റർ ചെയ്താൽ മതി. ഓക്കെ, പി എൻ്റർ ചെയ്താലും നമ്മുടെ പാൻ ആക്ടിവേറ്റ്, നമ്മുടെ കൈ ഇങ്ങനെ വരും. അപ്പോൾ പിന്നെ അത് ആക്ടിവേറ്റ് ആക്കാൻ വേണ്ടി ജസ്റ്റ് അതിനെ ക്ലിക്ക് ചെയ്തിട്ട് ഇങ്ങനെ മൂവ് ചെയ്യാൻ പറ്റും. ഓക്കെ, ജസ്റ്റ് ലെഫ്റ്റ് ക്ലിക്ക് ചെയ്ത് നമുക്ക് മൂവ് ചെയ്യാൻ പറ്റും. അതല്ല നമുക്ക് എസ്കേപ്പ് അമർത്തിയിട്ട് സ്ക്രോൾ പ്രസ് ചെയ്താലും നമുക്കിങ്ങനെ മൂവ് ചെയ്യാൻ പറ്റും. ഇതാണ് നമ്മുടെ പാനിൻ്റെ മെയിനായിട്ട് നമ്മുടെ യൂസ് വരുന്നത്. ഓക്കെ ആണല്ലോ. ഓക്കെ, ഇനി നെക്സ്റ്റ് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് സ്ക്രോൾ മനസ്സിലായി, നമുക്ക് സൂം ഇൻ ചെയ്യാൻ പറ്റും, സൂം ഔട്ട് ചെയ്യാൻ പറ്റും. അതേപോലെ പാനിൻ്റെ ഷോർട്ട് കീ. ഓക്കെ, ഷോർട്ട് കീ ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ സെപ്പറേറ്റ് ആയിട്ട് തരാം. പാനിൻ്റെ ഷോർട്ട് കീ ആണ് പി എൻ്റർ. ഓക്കെ, അപ്പോൾ പാൻ നമുക്ക് കിട്ടും. അതേപോലെ നമ്മുടെ ഇൻഫൈനൈറ്റായിട്ടുള്ള ഷീറ്റാണ്. ഫോർ എക്സാമ്പിൾ ഇപ്പം എനിക്ക് ഈ ഒരു ലൈൻ എനിക്ക് സെലക്ട് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഞാനിപ്പം കാണാൻ പറ്റും, ഞാൻ ജസ്റ്റ് ഈ കർസർ ഈ ക്രോസ് ഹെയറിനെ ജസ്റ്റ് മേളിലോട്ട് ഇങ്ങനെ കൊണ്ടുപോകുമ്പോൾ തന്നെ അത് ഹൈലൈറ്റ് ആവുന്നുണ്ട്, അതിൻ്റെ ഡീറ്റെയിലും വരുന്നുണ്ട്, ലൈൻ എന്ന് പറഞ്ഞ്. ഓക്കെ, അതിൻ്റെ കളറും വരുന്നുണ്ട്, ലെയർ, അതൊക്കെ നമുക്ക് പിന്നെ നോക്കാം. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇങ്ങനെ മേളിലോട്ട് ഇങ്ങനെ പോകുമ്പോൾ തന്നെ അത് എന്താണ് ഹൈലൈറ്റ് ആവുന്നുണ്ട്. ഓക്കെ, അപ്പം ഹൈലൈറ്റ് ആവുന്നുണ്ട്. ഇനി എനിക്ക് അതിനെ ക്ലിക്ക് ചെയ്യണം. ക്ലിക്ക് ചെയ്താൽ മാത്രമേ അത് സെലക്ട് ആവത്തുള്ളൂ. ഓക്കെ, ജസ്റ്റ് ഇങ്ങനെ ചുമ്മാ ഇങ്ങനെ കൊണ്ടുവച്ചാൽ അത് സെലക്ട് ആവത്തില്ല, ജസ്റ്റ് ഹൈലൈറ്റ് ആവത്തുള്ളൂ. അപ്പോൾ ക്ലിക്ക് ചെയ്താൽ മാത്രമേ അത് സെലക്ട് ആവത്തുള്ളൂ. ഓക്കെ, ഇൻ കേസ് എനിക്ക് ഈ 2 ലൈൻ എനിക്ക് മായ്ക്കണം. ഓക്കെ, ഈ 2 ലൈൻ എനിക്ക് മായ്ക്കണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? ഈ ഇറേസ് എന്ന ബട്ടൺ അമർത്തണം. കാണുന്നുണ്ടല്ലോ, മോഡിഫൈ എന്ന ടൂൾ പാനലിൽ നമുക്ക് ഇറേസ് എന്ന ബട്ടൺ അമർത്തിയാൽ മതി. അപ്പോൾ നമുക്ക് 2 ലൈനും മാഞ്ഞു പോകും. അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഒന്നുകൂടെ എനിക്ക് ഇറേസ് ചെയ്യണം അല്ലെങ്കിൽ ഡിലീറ്റ് ചെയ്യണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? ഇതിൽ ഞാൻ ക്ലിക്ക് ചെയ്തു, എന്നിട്ട് നമ്മുടെ റൈറ്റ് ടോപ്പ് കോർണർ ഡിലീറ്റ് എന്ന ഓപ്ഷൻ ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യണം. അപ്പോൾ നമ്മുടെ നമ്മുടെ ലൈൻ ഡിലീറ്റ് ആവും. ഓക്കെ, അതേപോലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാരാമീറ്ററാണ് ലൈനിൻ്റെ ഷോർട്ട് കീ. ഓക്കെ, അപ്പോൾ നമുക്ക് ലൈനിൻ്റെ ഷോർട്ട് കീ എന്ന് പറഞ്ഞാൽ നമുക്ക് അറിഞ്ഞുകൂടാം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? ജസ്റ്റ് ലൈൻ നമ്മൾ കീബോർഡിൽ നമ്മൾ എവിടെയും ക്ലിക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ എവിടെയാണോ നിൽക്കുന്നത് അവിടെ തന്നെ, ഇപ്പോൾ ചുമ്മാ ഇങ്ങനെ ഇരിക്കുകയാണെങ്കിൽ എവിടെയാണോ നമ്മൾ വരച്ചുകൊണ്ടിരിക്കുന്നത് അവിടെ തന്നെ ഇപ്പം ലൈൻ എന്ന് എൻ്റർ ചെയ്ത് കൊടുക്കണം. ഒന്നെങ്കിൽ ലൈൻ എന്ന് ഫുൾ അടിക്കണം ഇനീഷ്യൽ സ്റ്റേജിൽ, അല്ലെങ്കിൽ എൽ ചെയ്തിട്ട് എൻ്റർ അടിച്ചാൽ മതി. എൽ ടൈപ്പ് ചെയ്തിട്ട് എൻ്റർ അടിച്ചാൽ മതി, നമ്മുടെ ലൈൻ കീ ആക്ടിവേറ്റ് ആവും. പിന്നെ നമുക്ക് ലൈൻ അഗെയിൻ നമ്മൾ കാണുന്ന പോലെ ഫസ്റ്റ് പോയിൻറ്റ് സ്പെസിഫൈ, ഒരു കണ്ണ് താഴെയും വേണം. ഓക്കെ, സ്പെസിഫൈ നെക്സ്റ്റ് പോയിൻറ്റ്. അപ്പോൾ നമുക്ക് ഇൻഫൈനൈറ്റായിട്ട് നമുക്ക് ലൈൻ വരയ്ക്കാൻ പറ്റും. ഓക്കെ, വരച്ച് കഴിഞ്ഞാൽ ഒന്നുകിൽ നിങ്ങൾക്ക് റൈറ്റ് ക്ലിക്ക് ചെയ്യാം, റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് എൻ്റർ അമർത്താം, അങ്ങനെയും ചെയ്യാം, അല്ലെങ്കിൽ എസ്കേപ്പ് അമർത്താം. ഓക്കെ, എൻ്റർ അമർത്താം അല്ലെങ്കിൽ എസ്കേപ്പ് അമർത്താം, എന്ത് വേണം നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇതാണ് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോട്ട് ചെയ്യുന്ന പാരാമീറ്റർ. അപ്പോൾ ലൈൻ ടൂൾ അല്ലെങ്കിൽ ലൈൻ വെച്ച് നമുക്ക് ഡ്രോ പാനലിൽ നമുക്ക് ലൈൻ എങ്ങനെ യൂസ് ചെയ്യാം, അതാണ് നമ്മളിപ്പോൾ നോക്കിയത്. ഓക്കെ, നെക്സ്റ്റ് ഇനി നമുക്ക് നോക്കാം. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഞാനിത് വരച്ചു. ഓക്കെ, ഇത് വരച്ച് എനിക്കിത് തെറ്റായിട്ട് തോന്നി. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും? Ctrl+Z അമർത്തും. ഓക്കെ, Ctrl+Z അമർത്തുമ്പോൾ ഞാനിപ്പോൾ വരച്ച പാരാമീറ്റർ മൊത്തം അങ്ങ് മാഞ്ഞു പോയി. നമ്മൾ ഓൾറെഡി എക്സലിൽ ചെയ്യുന്ന പോലെ തന്നെയാണ്. Ctrl+Z അമർത്തുമ്പോൾ അൺഡു ആണ് അതിൻ്റെ ഒരു പവർ, അല്ലെങ്കിൽ അൺഡു ആണ് ആവുന്നത്. നമ്മൾ വരച്ച പാരാമീറ്റർ പോകും. ഓക്കെ, അപ്പോൾ ഞാൻ ഓൾറെഡി വരച്ച പാരാമീറ്റർ പോകും എന്ന് പറഞ്ഞ പോലെ തന്നെ ഞാൻ ഡിലീറ്റ് ചെയ്ത പാരാമീറ്റർ വരണമെങ്കിൽ ഞാൻ Ctrl+Z അമർത്തും. അപ്പോൾ ഡിലീറ്റ് ചെയ്ത പാരാമീറ്റർ, അതായത് ഞാൻ എന്താണോ ചെയ്തത് അതിൻ്റെ റിവേഴ്സായിട്ട് അത് മാറും. അതാണ് അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. അപ്പോൾ Ctrl+Z ചെയ്താൽ ഞാനിപ്പോൾ ഡിലീറ്റ് ചെയ്ത പാരാമീറ്റർ പിന്നും തിരിച്ച് വരും. ഓക്കെ, അപ്പോൾ അങ്ങനെ ഞാൻ അമർത്തിക്കൊണ്ടിരുന്നാൽ ബാക്കിലോട്ട് പോവുകയാണ് സംഭവം, അൺഡു ആയിക്കൊണ്ടേയിരിക്കുകയാണ്. ഓക്കെ, അതായത് നമുക്കിവിടെ കാണാൻ പറ്റും, ഇവിടെ റീഡു ഉണ്ട്, അൺഡു ഉണ്ട്. അപ്പോൾ റീഡു, അൺഡു, അപ്പോൾ രണ്ടും ഇങ്ങോട്ട് ഫോർവേഡ് പോയിക്കൊണ്ടിരിക്കുക. ഞാനിപ്പോൾ ചെയ്ത പാരാമീറ്റർ മെയിനോട്ട് വരിക. അതേപോലെ അൺഡു ചെയ്യണമെങ്കിൽ ബാക്കിലോട്ട് പോകും. അപ്പോൾ Ctrl+Z അമർത്തിയാലും അൺഡു നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, Ctrl+Z അമർത്തിയാലും നമുക്ക് അൺഡു ചെയ്യാൻ പറ്റും. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത്, ഇപ്പോൾ ഞാൻ വരച്ചത് ലൈൻ. ഓക്കെ, ഞാൻ എടുക്കുവാണ് ലൈൻ, എൽ, എൻ്റർ. ഓക്കെ, അപ്പോൾ ഞാനിങ്ങനെ വരയ്ക്കുമ്പോൾ ഇപ്പോൾ എനിക്ക് എന്തോ ഒരു ആംഗിളിലാണ് ആവുന്നത്, ഡ്രോയിങ് കോർഡിനേറ്റ്സും കാണുന്നുണ്ട്, ആംഗിളിലാണ് ആവുന്നത്. പക്ഷേ എനിക്ക് സ്ട്രെയിറ്റ് ആയിട്ട് വരയ്ക്കണം. ഈ ലൈൻ സ്ട്രെയിറ്റ് ആയിട്ട് വരയ്ക്കാൻ എനിക്ക് പറ്റുന്നില്ല. ഓക്കെ, ഞാൻ സൂം ചെയ്യുവാണ്, പക്ഷേ എന്നാലും എനിക്ക് സ്ട്രെയിറ്റ് ആയിട്ട് വരയ്ക്കാൻ ഞാൻ നോക്കും, ഭയങ്കര പാടുവിട്ടാണ് എനിക്ക് 0 ഡിഗ്രിയിലാവുന്നത്. ഓക്കെ, അപ്പോൾ എനിക്ക് ഭയങ്കര പാടായിട്ട് തോന്നും. ഓക്കെ, അത് എളുപ്പമാക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ടോഗിൾ ബട്ടൺ ഉണ്ട്. ഇവിടെ ഓൾറെഡി ഞാൻ പറഞ്ഞതാണ്, ടോഗിൾ ബട്ടൺസ് നമുക്ക് അവൈലബിൾ ആണ്. ഓക്കെ, ഇവിടെ നമുക്ക് ഈ ഒരു മോഡ് ഓപ്പൺ ചെയ്യണം. ഇതിനെ നമ്മൾ പറയുന്നതാണ് ഓർത്തോ മോഡ്. ഓക്കെ, ഓർത്തോ മോഡ് ക്ലിക്ക് ചെയ്യണം. ഓക്കെ, ഓർത്തോ മോഡ് ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും ലൈൻ നമ്മുടെ സ്ട്രെയിറ്റ് ആയി. ഓക്കെ, അപ്പോൾ ലൈൻ നമ്മുടെ എന്തായി? സ്ട്രെയിറ്റ് ആയി.
അപ്പോൾ ഇനി എനിക്ക് ലൈൻ സ്ട്രെയിറ്റ് ആയിട്ടാണ് മൂവ് ചെയ്യാൻ പറ്റുന്നത്. പക്ഷേ സ്ട്രെയിറ്റിൻ്റെ അർത്ഥം കുറച്ചുകൂടി നമുക്ക് അർത്ഥം നമുക്ക് നോക്കണമെങ്കിൽ ഞാൻ ഒന്നുകൂടി ലൈൻ എടുക്കാം. എൽ എൻ്റർ. അപ്പോൾ നമുക്ക് നോക്കാം ആംഗിൾ എങ്ങനെയാണെന്ന്. ഓക്കെ, അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തു. ഇവിടെ കണ്ടോ, ഇവിടെ 0 ഡിഗ്രി, അതായത് 4 ഡയറക്ഷനിലാണ് എനിക്ക് ലൈനിനെ മൂവ് ചെയ്യാൻ പറ്റുന്നത്. ഓർത്തോ മോഡ് ഓൺ ആണെങ്കിൽ. ഓർത്തോ മോഡിനെ ഓൺ ആക്കാൻ വേണ്ടി നമ്മൾ F8 ആണ് അമർത്തേണ്ടത്. ഇവിടെ കാണാം, നമ്മളിങ്ങനെ മേളിൽ കൊണ്ട് വെച്ചാൽ മതി, അതിൻ്റെ ഷോർട്ട് കീ നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഈ ഷോർട്ട് കീ ഒക്കെ നമ്മുടെ കീബോർഡിൻ്റെ ടോപ്പിലാണുള്ളത്. F1 F2 F3 F4 F5 F6 F8 F9 F10 അങ്ങനെ കുറേ ഷോർട്ട് കീസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ അത് F8 അമർത്തിയാലും നമുക്ക് ഇപ്പോൾ കാണാൻ പറ്റും. F8 അമർത്ത് നോക്കാം. ഓക്കെ, F8 അമർത്തുമ്പോൾ എന്താണാവുന്നത് കണ്ടോ, ഓർത്തോ മോഡ് ഓഫായി. ഇപ്പോൾ ഓൺ ആവണമെങ്കിൽ ഓൾറെഡി ഞാൻ പറഞ്ഞതാണ്, ഓൺ ആകുമ്പോൾ ബ്ലൂ ആവും. ഓക്കെ, അപ്പോൾ ഓർത്തോ മോഡ് ഓണായി. ഓക്കെ, അപ്പോൾ സ്ട്രെയിറ്റ് ആയിട്ട് വരയ്ക്കണമെങ്കിൽ ഇങ്ങനെ പോവും. ഓക്കെ, പിന്നെ 90 ഡയറക്ഷനിൽ, അപ്പോൾ ആദ്യം 0 ഡിഗ്രി ഡയറക്ഷൻ, പിന്നെ 90 ഡിഗ്രി ഡയറക്ഷൻ, ഇപ്പോൾ നമ്മുടെ 180 ഡിഗ്രി ഡയറക്ഷനാണ്. ഇപ്പോൾ നമ്മുടെ നോക്കുവാണെങ്കിൽ 270 ഡിഗ്രി ഡയറക്ഷൻ. അപ്പോൾ 4 ഡയറക്ഷനിലാണ് ആക്ച്വലി നമ്മുടെ ലൈൻ നമുക്ക് മൂവ് ചെയ്യാൻ പറ്റുന്നത്. അതാണ് വളരെ നോട്ട് ചെയ്യേണ്ടി പറ്റുന്നത്. നമ്മുടെ ലൈൻ എന്ന് പറഞ്ഞാൽ സ്ട്രെയിറ്റിൽ മൂവ് ആവുന്നത് അതിനേക്കാട്ട് കൂടുതൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമുക്ക് 4 ഡയറക്ഷനിലാണ് നമ്മുടെ ലൈനിൽ നമ്മുടെ ലൈനിനെ നമുക്ക് മൂവ് ചെയ്യാൻ പറ്റുന്നത്. അതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ നോട്ട് ചെയ്യേണ്ട പാരാമീറ്റർ. ഓക്കെ, അപ്പോൾ അതാണ് ഇമ്പോർട്ടൻറ്റ്. അതേപോലെ ഓർത്തോ മോഡ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ എന്ത് വരച്ചാലും നമ്മൾ പെർപെൻഡിക്കുലറായിട്ട് വരയ്ക്കേണ്ട പാരാമീറ്റർ വരും, നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് വരയ്ക്കേണ്ട പാരാമീറ്റർ വരും, പല ആംഗിളിൽ വരയ്ക്കേണ്ട പാരാമീറ്റർ വരും. അപ്പോഴൊക്കെ നമ്മൾ ഓർത്തോ മോഡ് നമ്മൾ യൂസ് ചെയ്യണം. ഓക്കെ, അപ്പം പെർപെൻഡിക്കുലറായിട്ടുള്ള ആംഗിൾ ആണെങ്കിൽ നമുക്ക് ഓർത്തോ മോഡ് യൂസ് ചെയ്യാം. അതല്ല, നമുക്ക് പെർപെൻഡിക്കുലർ അല്ല, കുറച്ച് ചരിഞ്ഞ് വരയ്ക്കണമെങ്കിൽ പിന്നും ഓർത്തോ മോഡ് അമർത്തിയാൽ മതി. ഇപ്പോൾ ഞാൻ ലൈൻ വരച്ച് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. കണ്ടോ, ഇപ്പോൾ എനിക്ക് ചരിച്ച് വരയ്ക്കണമെങ്കിൽ കണ്ടോ, ഇപ്പോൾ എനിക്ക് ചരിച്ച് വരയ്ക്കാൻ പറ്റും. പക്ഷേ ഏത് ആംഗിളാണ് അത് സ്പെസിഫൈ നമുക്ക് ചെയ്യാൻ പറ്റും, അത് നമുക്ക് പിന്നെ നോക്കാം. പക്ഷേ ഇപ്പോൾ എനിക്ക് എൻ്റെ ഒരു മൂവ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എങ്ങനെ വേണം എനിക്ക് മൂവ് ചെയ്യാൻ പറ്റും. ഓക്കെ, പെർപെൻഡിക്കുലറല്ല, എങ്ങനെ വേണം മൂവ് ചെയ്യാൻ പറ്റും. അത് റെസ്ട്രിക്റ്റ് ചെയ്യണമെങ്കിൽ അഗെയിൻ ഞാൻ F8 അമർത്തുവാണ്. F8 അമർത്തി കഴിഞ്ഞാൽ ഇപ്പോഴെനിക്ക് ഈ 4 ഡയറക്ഷനിൽ മാത്രമേ എനിക്ക് മൂവ്മെൻറ്റ് അലൗഡ് ഉള്ളൂ. ഓക്കെ, അതുകൂടാതെ എനിക്ക് ചരിഞ്ഞ ആംഗിൾ, ഒരു സ്ലോപ്പോ ഒന്നും വരയ്ക്കാൻ പറ്റത്തില്ല. ഓക്കെ ആണല്ലോ? ഓക്കെ, അപ്പോൾ അതാണ് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ലൈൻ വരയ്ക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട പാരാമീറ്റർ. ഓക്കെ, അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം, ഇത് വരയ്ക്കാൻ നേരത്ത് ഇത് ഓൺ ഓഫ് ആണോ എന്ന് ശ്രദ്ധിക്കണം. പല ഇനീഷ്യൽ സ്റ്റേജിൽ നമ്മൾ മറന്നു ഓൺ ആണോ ഓഫ് ആണോ എന്താണെന്ന് മനസ്സിലാവത്തില്ല. അപ്പോൾ F8 ഒരു കൈ നമ്മുടെ ലെഫ്റ്റ് ഹാൻഡ് F8 വേണം. അപ്പോൾ നമുക്ക് പെട്ടെന്ന് പെർപെൻഡിക്കുലർ വരയ്ക്കാനും അല്ലെങ്കിൽ ആംഗിൾ വരയ്ക്കാനും നമുക്ക് പെട്ടെന്ന് പറ്റും. ഓക്കെ, അത് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോട്ട് ചെയ്യേണ്ട പാരാമീറ്ററാണ്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ സെലക്ഷനാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇപ്പം സെലക്ഷൻ ചെയ്യുന്ന പാരാമീറ്റർ, നമ്മളിപ്പോൾ ഈ ഒരു ലൈനിനെ സെലക്ട് ചെയ്യണം. സെലക്ട് ചെയ്യുന്ന രീതികൾ 2 രീതികളാണ് നമുക്കുള്ളത്. ഓക്കെ, അപ്പോൾ എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. ഒന്ന്, ഞാൻ ഇപ്പോൾ ചെയ്യാൻ പോകുന്നത്, ഞാനിവിടെ ക്ലിക്ക് ചെയ്തു. ഓക്കെ, അപ്പോൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ചെറിയൊരു ബോക്സ് നിങ്ങൾക്ക് കാണുന്നുണ്ട്, അതിൻ്റെ കൂടെ ഒരു ഗ്രീൻ ഒരു ബോളും കാണുന്നുണ്ട് അല്ലേ. അപ്പോൾ അത് ഞാൻ എന്ത് ചെയ്യും, ഞാനിപ്പം ക്ലിക്ക് ചെയ്ത് കൈ എടുത്തിട്ട് ഞാൻ ചുമ്മാ ഇങ്ങനെ ചുമ്മാ മൗസിനെ മൂവ് ചെയ്യുക. ഇത് നമ്മുടെ ബ്ലൂ സെലക്ഷനാണ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ രണ്ടിനും വ്യത്യാസങ്ങൾ മനസ്സിലാവും. ഇപ്പോഴാണ് ഇത് സെലക്ട് ആയത്. നേരത്തെ ഞാൻ എന്താണ് ചെയ്തത്, മൗസിന് മേളിൽ കൊണ്ട് വെച്ചാൽ തന്നെ, അല്ലെങ്കിൽ മേളിൽ കൊണ്ട് ചുമ്മാ ഇങ്ങനെ ഡ്രാഗ് ചെയ്യുമ്പോൾ തന്നെ അത് സെലക്ട് ആവും. ഇത് 1 ടൈപ്പ് ഓഫ് സെലക്ഷനാണ്, ബ്ലൂ സെലക്ഷൻ. ഓക്കെ, അപ്പോൾ ബ്ലൂ ഡിസ്പ്ലേ വരുന്ന സെലക്ഷനാണ്. ഓക്കെ, ഇപ്പോഴാണ് ആക്ച്വലി നമ്മുടെ ലൈൻ സെലക്ട് ആയത് ഫുള്ളായിട്ട്. ഓക്കെ, ഇത് അഗെയിൻ ഈ ലൈൻ ഫുള്ള് കവറായാൽ മാത്രമേ അത് സെലക്ട് ആകത്തുള്ളൂ. ബ്ലൂ സെലക്ഷൻ്റെ പ്രത്യേകത, നമ്മുടെ ലൈൻ ഫുള്ള് അതിൻ്റെ അകത്ത് വരണം, നമ്മുടെ ഡിസ്പ്ലേൻ്റെ അകത്ത് വന്നാൽ മാത്രമേ ആ ഒരു ലൈൻ നമുക്ക് സെലക്ട് ആവത്തുള്ളൂ. ഒരു പാർഷ്യലി ഒക്കെ ആണെങ്കിൽ നമ്മുടെ ലൈൻ സെലക്ട് ആവത്തില്ല. ഇത് 1 ടൈപ്പ് ഓഫ് സെലക്ഷനാണ്. ഓക്കെ, അഗെയിൻ ഞാൻ എസ്കേപ്പ് അമർത്തുവാണ്. അഗെയിൻ നമുക്ക് നോക്കാം, നമ്മുടെ അടുത്ത ഒരു സെലക്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഗ്രീൻ സെലക്ഷനാണ്. ഓക്കെ, അപ്പോൾ ഇത് ഞാൻ മൂവ് ചെയ്യുന്നത് നമ്മുടെ ലെഫ്റ്റ് ടു റൈറ്റ് നമ്മുടെ ബ്ലൂ സെലക്ഷനാണ്. അതേപോലെ റൈറ്റ് ടു ലെഫ്റ്റ്, ഇപ്പോൾ നമ്മൾ നോക്കുന്നതാണ് റൈറ്റ് ടു ലെഫ്റ്റ് നമ്മുടെ ഗ്രീൻ സെലക്ഷനാണ്. ഓക്കെ, ഗ്രീൻ സെലക്ഷൻ പ്രത്യേകത എന്ന് പറയുന്നത്, ജസ്റ്റ് ഞാൻ ഒരു അറ്റം എന്തെങ്കിലും ക്ലിക്ക് ആയാൽ മതി, ഫുള്ളായിട്ടുള്ള നമ്മുടെ ലൈൻസ് സെലക്ട് ആവും. ഓക്കെ, ഏതെങ്കിലും ഒരു അറ്റം നമ്മുടെ ക്ലിക്കായാൽ തന്നെ നമ്മുടെ ഫുള്ളായിട്ടുള്ള ലൈൻ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. കാണുന്നുണ്ടല്ലോ അല്ലേ? അപ്പോൾ ഫുള്ളായിട്ടുള്ള നമുക്ക് ലൈൻ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് എനിക്ക് ഇൻ കേസ് ഡിലീറ്റ് ചെയ്യണമെങ്കിൽ ഡിലീറ്റ് അമർത്താം. ഓക്കെ, ഇനി Ctrl+Z അമർത്തുമ്പോൾ അഗെയിൻ ഡിലീറ്റ് ആയ സംഭവം അൺഡു ആയി, അതായത് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി Ctrl+Z അമർത്തി. ഓക്കെ, അപ്പോൾ നമ്മുടെ 2 സെലക്ഷനാണ്. ഒന്ന്
റൈറ്റ് ടു ലെഫ്റ്റ്. നമ്മുടെ ബ്ലൂ സെലക്ഷൻ ഫുൾ സെഗ്മെൻറ്റ് വന്നാൽ മാത്രമേ അത് സെലക്ട് ആവത്തുള്ളൂ. രണ്ടാമതാണ് നമ്മുടെ ഗ്രീൻ സെലക്ഷൻ. ഇവിടെ ഞാൻ ക്ലിക്ക് ചെയ്തു, എന്നിട്ട് കൈ എടുത്തിട്ട് വേണം ഞാൻ സെലക്ട് ചെയ്യാൻ. ഓക്കെ, നമ്മൾ ഇതിൽ പലപ്പോഴും തെറ്റാവാറുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ സെലക്ട് ചെയ്യുമ്പോൾ നമ്മളിങ്ങനെ ഗ്രീൻ സെലക്ഷൻ ഇങ്ങനെ എടുക്കും, അപ്പോൾ ഇങ്ങനത്തെ ഒരു വരും. അത് എന്താവുന്നതെന്ന് വെച്ചാൽ ഞാനിപ്പോൾ പ്രസ് ചെയ്തുകൊണ്ടാണ് ഗ്രീൻ സെലക്ഷൻ എടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഇനീഷ്യൽ സ്റ്റേജിൽ തെറ്റാവാറുണ്ട്. അപ്പോൾ നമ്മൾ അങ്ങനെയല്ല ചെയ്യേണ്ടത്. ഇവിടെ ക്ലിക്ക് ചെയ്യണം, എന്നിട്ട് നമുക്ക് എന്താണ് സെലക്ട് ചെയ്യേണ്ടത് ജസ്റ്റ് കൈ എടുത്തിട്ട് മൗസ് ഇങ്ങനെ ചുമ്മാ ഇങ്ങനെ കൊണ്ടുപോയാൽ മതി, നമുക്ക് നമ്മുടെ പാരാമീറ്റർ സെലക്ട് ആകും. ഓക്കെ, ഇതാണ് നമ്മുടെ രണ്ട് സെലക്ഷൻ, ബ്ലൂ സെലക്ഷൻ അതേപോലെ ഗ്രീൻ സെലക്ഷൻ. ഓക്കെ, അപ്പോൾ ഇപ്പോൾ നമുക്ക് മനസ്സിലായി നമ്മുടെ സെലക്ഷൻ. ഇപ്പോൾ നിങ്ങൾ സെലക്ട് ചെയ്യുകയാണെങ്കിൽ കണ്ടോ, ഇപ്പം എല്ലാ പാരാമീറ്റർ സെലക്ട് ചെയ്യണമെങ്കിൽ ഗ്രീൻ സെലക്ഷൻ നമുക്ക് എടുക്കാം, അതേപോലെ ബ്ലൂ സെലക്ഷൻ എടുക്കാം. അപ്പോൾ ബ്ലൂ സെലക്ഷൻ നമ്മൾ ശ്രദ്ധിക്കണം. ബ്ലൂ സെലക്ഷൻ ഇൻ കേസ് സ്പെസിഫിക് ആയിട്ടുള്ള പാരാമീറ്ററിൽ നമ്മൾ എല്ലാ ഫുൾ സെഗ്മെൻറ്റ് വേണം, അങ്ങനത്തെ സിറ്റുവേഷൻ മാത്രമേ ബ്ലൂ സെലക്ഷൻ യൂസ് ചെയ്തുള്ളൂ. ഗ്രീൻ സെലക്ഷൻ എന്ന് പറയുമ്പോൾ പാർഷ്യലി എന്തെങ്കിലുമൊക്കെ മതി, പാർഷ്യലി കുറച്ചൊക്കെ ടച്ച് ആയാൽ തന്നെ നമ്മുടെ ഫുൾ പാരാമീറ്റർ സെലക്ട് ആണെങ്കിൽ നമുക്ക് ഗ്രീൻ സെലക്ഷൻ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ രണ്ട് സെലക്ഷൻ നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ AutoCAD നമ്മൾ വരയ്ക്കുമ്പോൾ. ഓക്കെ, നെക്സ്റ്റ് പാരാമീറ്റർ നമുക്ക് നോക്കാം. നമ്മുടെ ലൈൻ. ഇപ്പോൾ നമ്മൾ ലൈൻ നമ്മൾ വരച്ചു അല്ലേ, ഇപ്പോൾ ഇത് നമ്മൾ ലൈൻ വെച്ചാണ് വരച്ചത്. നമുക്ക് എങ്ങനെ മനസ്സിലാവുന്ന ലൈൻ വെച്ചാണ് വരച്ചതെന്ന് ഇൻഡിവിജ്വലായിട്ട് നമ്മൾ നോക്കുവാണെങ്കിൽ കണ്ടോ, ഇതൊക്കെ ഇൻഡിവിജ്വലായിട്ടുള്ള ലൈനാണ്. ഓക്കെ, ഇൻഡിവിജ്വലായിട്ടുള്ള ലൈൻസ് ആണ്. ഓക്കെ, അപ്പോൾ ഇനി ഞാൻ നെക്സ്റ്റ് ഒരു പാരാമീറ്റർ ഡ്രോയിൽ തന്നെ നമ്മുടെ ഒരു ഇവിടെ തന്നെ സെക്കൻഡ് പാരാമീറ്റർ നമ്മുടെ പോളി ലൈൻ എന്ന് പറഞ്ഞുകൊണ്ട്. ഓക്കെ, അപ്പോൾ അത് ഞാൻ ക്ലിക്ക് ചെയ്യുകയാണ്. പോളി ലൈൻ ക്ലിക്ക് ചെയ്ത് ഇനി ഞാൻ വരയ്ക്കുവാണ് ഇതേപോലത്തെ പാരാമീറ്റർ. ഓക്കെ, F8 ഞാൻ പ്രസ് ചെയ്തു, പോളി ലൈൻ ക്ലിക്ക് ചെയ്ത് വരയ്ക്കുവാണ്. അപ്പോൾ ഞാൻ ഇതേപോലത്തെ പാരാമീറ്റർ ഞാൻ പോളി ലൈൻ യൂസ് ചെയ്ത് വരയ്ക്കുകയാണ്. ഓക്കെ, പോളി ലൈൻ വരച്ചു, എസ്കേപ്പ് അടിച്ചു. അപ്പോൾ ഇത് രണ്ടിലും ഡിഫറൻസ് നമുക്ക് എന്താണ് നമുക്ക് ആദ്യം മനസ്സിലാക്കാം. ഓക്കെ, അപ്പോൾ ഇത് നമ്മുടെ ലൈനാണ്. അപ്പോൾ ഞാൻ ലൈൻ എങ്ങനെ മനസ്സിലാവുന്നു, ഞാൻ ജസ്റ്റ് ഇതിൻ്റെ മേളിൽ കൂടെ പോയപ്പോൾ ഇത് സിംഗിൾ ലൈൻ വെച്ച് അതേപോലെ n നമ്പർ ഓഫ് ലൈൻ വരച്ചേക്കാണ്. ഓക്കെ, ഇതാണ് നമ്മുടെ ഒരു ലൈൻ. ഈ പോളി ലൈൻ എന്ന് പറയുമ്പോൾ എന്താണ്, ഞാൻ ജസ്റ്റ് അഗെയിൻ ഇതിൻ്റെ മേളിൽ കൂടെ പോകുമ്പോൾ ഫുൾ ആയിട്ടുള്ള സിംഗിൾ സെഗ്മെൻ്റ് ആയിട്ടാണ് പോളി ലൈൻ ഇരിക്കുന്നത്. അതാണ് പോളി ലൈനും അതേപോലെ ലൈനും തമ്മിലുള്ള ഡിഫറൻസ്. ഓക്കെ, ഇപ്പോൾ ഞാൻ ചെയ്യാൻ പോകുന്നത് ഈ പോളി ലൈനിനെ ഞാൻ ലൈനായിട്ട് കൺവേർട്ട് ആക്കുക. ഓക്കെ, പോളി ലൈനിൻ്റെ ഷോർട്ട് കീ ആണ് PL. ഓക്കെ, PL നമ്മൾ പ്രസ് ചെയ്ത് എൻ്റർ അടിച്ചാൽ നമുക്ക് പോളി ലൈൻ നമുക്ക് വരയ്ക്കാൻ പറ്റും. ഓക്കെ, പോളി ലൈൻ നമുക്ക് ഇങ്ങനെ വരയ്ക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമ്മൾ ഓൾറെഡി ചെയ്ത പോലെ തന്നെ നമ്മുടെ പോളി ലൈൻ വരയ്ക്കുമ്പോൾ ഫസ്റ്റിൽ സ്പെസിഫിക് ഫസ്റ്റ് പോയിൻറ്റ്, സെക്കൻഡ് പോയിൻറ്റ്, അതേപോലെ നെക്സ്റ്റ് പോയിൻറ്റ് അങ്ങനെ ചോദിക്കും. നമ്മൾ ലൈൻ വരയ്ക്കുന്ന പോലെ തന്നെ. ഓക്കെ, അപ്പോൾ ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നത് ഈ പോളി ലൈനിന് ഞാൻ എന്താണ് നമുക്ക് ലൈനായിട്ട് ഞാൻ ബ്രേക്ക് ചെയ്യുകയാണ്. അപ്പോൾ പോളി ലൈൻ എന്ന് പറഞ്ഞ സിംഗിൾ കമ്പോണൻറ്റ് ഞാൻ ലൈനായിട്ട് ബ്രേക്ക് ചെയ്യുക. അതിന് ഞാൻ എന്താ ചെയ്യുന്നത്, എക്സ്പ്ലോഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ ബ്ലാസ്റ്റ് ചെയ്യിപ്പിക്കുന്ന പോലെ തന്നെ. ഇപ്പോൾ സിംഗിളായിട്ടുള്ള സംഭവം സിമ്പിളായിട്ട് സംഭവത്തിന് ഞാൻ ബ്ലാസ്റ്റ് ചെയ്യിപ്പിച്ച് എന്താണ് ഡിസ്ക്രീറ്റ് ആയിട്ടുള്ള ചെറിയ കമ്പോണൻ്റ് ആയിട്ട് ബ്ലാസ്റ്റ് ചെയ്യിപ്പിക്കുകയാണെങ്കിൽ എങ്ങനെയാവും. ഓക്കെ, അതാണ് നമുക്ക് നോക്കാം. അപ്പോൾ എക്സ് ഞാൻ അടിച്ച് എൻ്റർ അടിച്ച് ഇനി ഞാൻ സെലക്ട് ചെയ്യുമ്പോൾ കണ്ടോ, ഇപ്പോൾ ഇത് ലൈനായി മാറി. ഇപ്പോൾ നേരത്തെ പോളി ലൈനായിട്ടുള്ള സംഭവം ഇപ്പോൾ ലൈനായി മാറി. ഓക്കെ, അതേപോലെ എനിക്ക് ഇത് നമ്മുടെ ലൈൻ വെച്ച് നമ്മൾ കമ്പോണൻറ്റ് ചെയ്യേണ്ട വരച്ചാണ് അല്ലേ. അപ്പോൾ ഞാൻ ഗ്രീൻ സെലക്ഷൻ എടുത്ത് ജസ്റ്റ് എല്ലാം സെലക്ട് ചെയ്ത്. ഓക്കെ, ഇപ്പോൾ നമ്മുടെ സെലക്ട് ആയി, എല്ലാ പോയിൻറ്റും നമ്മുടെ സെലക്ട് ആയി. എന്നിട്ട് ഞാൻ എന്ത് ചെയ്യും, ഇതെല്ലാത്തിനും ഞാൻ ജോയിൻ ചെയ്താലേ നമുക്ക് പോളി ലൈൻ ആവത്തുള്ളൂ. അപ്പോൾ നമ്മുടെ ലൈൻസ് എല്ലാം ജോയിൻ ആയാൽ പോളി ലൈൻ ആവും. അതേപോലെ പോളി ലൈൻ നമ്മൾ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ലൈൻ കിട്ടും. അപ്പോൾ ജോയിൻ ചെയ്യണമെങ്കിൽ അതിൻ്റെ ഷോർട്ട് കീ ആണ് J. അപ്പോൾ ജോയിൻ ചെയ്യുമ്പോൾ ജോയിൻ ആണല്ലോ, അപ്പോൾ J എൻ്റർ. ഓക്കെ, J എൻ്റർ ചെയ്യുമ്പോൾ അഗൈൻ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതിപ്പോൾ പോളി ലൈനായി മാറി. അപ്പോൾ അതാണ് നമ്മുടെ ലൈനും അതേപോലെ പോളി ലൈൻ തമ്മിലുള്ള ഡിഫറൻസ്. അതേപോലെ എക്സ്പ്ലോഡിന് എക്സ് എൻ്റർ ചെയ്യണം. അപ്പോൾ നമ്മുടെ കമ്പോണൻറ്റ് സിംഗിളായിട്ടുള്ള കമ്പോണൻ്റ് ആണെങ്കിൽ അത് ബ്രേക്കായി ഡിസ്ക്രീറ്റായി മാറും. അതേപോലെ നമ്മുടെ ലൈൻ ഡിഫറെൻ്റ് ആയിട്ടുള്ള ലൈൻസ് ആണ്. അങ്ങനെ തന്നെ നമ്മൾ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള കമ്പോണൻ്റ് ആക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, അതിനെ ജോയിൻ പ്രസ് ചെയ്യണം. അപ്പോൾ ഏത് കമ്പോണൻറ്റ് വേണമെങ്കിലും നമുക്ക് ജോയിൻ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇപ്പോൾ ഇത് കാണാൻ പറ്റും നിങ്ങൾക്ക്. ഇതെന്താണ്, ഇതെല്ലാം ഡിസ്ക്രീറ്റ് വേറെ വേറെ ലൈൻസ് ആണ് അല്ലേ. അപ്പോൾ ഇതിനെ ഞാൻ സെലക്ട് ചെയ്തിട്ട് J എൻ്റർ അമർത്തുമ്പോൾ അഗെയിൻ. ഓക്കെ, ഇത് ജോയിനായി. കണ്ടോ, ഇപ്പോൾ ഇത് ജോയിനായി. അഗെയിൻ ഇതും കൂടെ ജോയിൻ ചെയ്യണമെങ്കിൽ J എൻ്റർ. കണ്ടോ, ഇപ്പോൾ ഇത് ജോയിനായി. അതേപോലെ ഇതിനെ എനിക്ക് സിംഗിൾ കമ്പോണൻ്റ് ആക്കണം ഇതെല്ലാത്തിനെയും. അപ്പം ഞാൻ എന്ത് ചെയ്യും,
ഇങ്ങനെ സെലക്ട് ചെയ്യും. അപ്പോൾ സെലക്ട് ചെയ്ത പാരാമീറ്റർ മാത്രമേ ആവത്തുള്ളൂ കേട്ടോ. അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിക്കണം, ഫുൾ സെലക്ഷൻ ആവുന്നൊന്നും കൂടെ ശ്രദ്ധിക്കണം. അപ്പോൾ ഞാൻ സെലക്ട് ചെയ്തു, എന്നിട്ട് ജെ എൻ്റർ. ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ഇത് സിംഗിൾ കമ്പോണൻ്റ് ആയിട്ട് മാറി. അഗെയിൻ ഇതിനെ നമുക്ക് ഡിസ്ക്രീറ്റ് ആയിട്ട് ലൈൻസ് ആക്കണമെങ്കിൽ എന്ത് ചെയ്യണം? അഗെയിൻ ഇത് ക്ലിക്ക് ചെയ്യണം, എന്നിട്ട് എക്സ് പ്രസ് ചെയ്യണം, എൻ്റർ ചെയ്യണം. അപ്പോൾ നമ്മുടെ ഈ ഒരു കമ്പോണൻ്റ് അഗെയിൻ നേരത്തെ പോലത്തെ ലൈൻ, സിംഗിൾ ലൈനായി മാറി. ഇപ്പോൾ ഇത് പോളിലൈനല്ല, ലൈനാണ്. അതാണ് നമ്മൾ നോട്ട് ചെയ്യേണ്ട പാരാമീറ്റർ. ഓക്കെ, അപ്പം ഇതാണ് നമ്മുടെ ലൈൻ, അതേപോലെ പോളിലൈൻ, അതേപോലെ കുറച്ച് ബേസിക്സ് നമ്മൾ നോക്കി. എന്താണ് നമ്മൾ ഇനീഷ്യൽ സ്റ്റേജിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ എന്താണ്, അത് നമ്മൾ നോക്കി. ഓക്കെ, ഹോപ്പ്ഫുള്ളി നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് മനസ്സിലായാൽ മാക്സിമം കമൻറ്റ് ചെയ്യുക, അതേപോലെ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക, അതേപോലെ മാക്സിമം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഈ വീഡിയോൻ്റെ അവസാനം തന്നെ നിങ്ങൾക്ക് ബാക്കിയുള്ള ഓട്ടോക്യാഡിൻ്റെ ഡ്രോയിങ്സിൻ്റെ ഓട്ടോക്യാഡ് വീഡിയോസിൻ്റെ ലിങ്ക്സ് കിട്ടും. ഓക്കെ, അപ്പോൾ അത് കാണുമ്പോൾ അതിൽ ക്ലിക്ക് ചെയ്ത് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് ബാക്കിയുള്ള വീഡിയോസും കൂടെ കാണുക. ഓക്കെ, അപ്പോൾ താങ്ക്സ് എ ലോട്ട്. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.